ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ, അപ്പം നമ്മള് ഇതുവരെയും നമ്മള് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കി കഴിക്കുമായിരുന്നു അല്ലേ. അപ്പൊ ഇനി നമുക്ക് വേറൊരു സംഭവം കൂടെ നടത്തണം എന്ന് വെച്ചാല് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എണ്ണ ഉണ്ടാക്കണം. എന്തൊരെണ്ണ? വെളിച്ചെണ്ണ. കുറച്ച് ദിവസത്തേക്ക് കൊച്ചിയിൽ നിന്ന് വീട്ടിലോട്ട് വന്നായിരുന്നു കാര്യമായിട്ട് മുതലാക്കാൻ വേണ്ടി എന്തോ പുതിയ പടി ഒപ്പിച്ചേക്കുവാണ്. വരട്ടെ വരട്ടെ എന്ന് കരുതിയിരിക്കുന്നു. കാരണം തേങ്ങ പൊതിക്കാൻ ആള് വേണമല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇത് തന്നെ മുതലാക്കാൻ അമ്മയെ കഴിഞ്ഞിട്ടേ ഉള്ളേ. തേങ്ങ പൊതിക്കാൻ ആളില്ല, അതുകൊണ്ടാണ് ഇതുവരെ വെളിച്ചെണ്ണ ആക്കാതിരുന്നത്. അപ്പൊ ഇവനെ കണ്ടപ്പോ എന്തായാലും ഒരു വീഡിയോ എടുക്കാം, എന്തായാലും കൊട്ടത്തേങ്ങയൊക്കെ പൊതിച്ച് വെളിച്ചെണ്ണയാക്കാം. അപ്പം ഈ എങ്ങനെയാണ് നമ്മുടെ വീട്ടില് തേങ്ങ പൊതിച്ച് കൊപ്രയാക്കി വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതെന്ന് കുറെ പേർക്ക് അറിയത്തില്ല. അപ്പൊ അത് അവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്താ? അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പം ഒരു 50 തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതായ 50 തേങ്ങ, വലുതും ചെറുതും ഒക്കെ ഉണ്ട്. ഇപ്പം കഴിഞ്ഞ ഒഴിയിലൊക്കെ അടത്തിയത് കുടുക്കായിട്ട് കിടന്നതും പുതിയ തേങ്ങയും എല്ലാം ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പം നമ്മൾ എടുക്കുമ്പോഴും നല്ല തേങ്ങ നോക്കി എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ വെളിച്ചെണ്ണ ഇതിനകത്തുനിന്ന് കിട്ടും. തീരെ പൊടി എടുത്താൽ നമുക്ക് 50 കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ചിലപ്പോൾ അത്യാവശ്യം കിട്ടിയെന്ന് വരത്തില്ല. നമ്മൾ വാങ്ങി നമ്മൾ കൊപ്ര ആക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 50 തേങ്ങ, നല്ല തേങ്ങ നോക്കി, നാടൻ തേങ്ങ നോക്കി വാങ്ങിക്കാന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 കിലോ വെളിച്ചെണ്ണ എന്തായാലും നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. ഇനി നമുക്കിതെല്ലാം ഒന്ന് പൊതിച്ചെടുക്കാം. അപ്പം അത് പൊതിക്കുന്ന ജോലി എബിനെ അങ്ങ് ഏൽപ്പിക്കാൻ പോവുകയാണ്. അപ്പം പാരയുണ്ട്, ആ പാരക്കകത്തോട്ട് ഇപ്പം എബിന് ഇതെല്ലാം ചടപടേന്നൊക്കെ പൊതിച്ചിടുന്നതായിരിക്കും. പാര നമുക്ക് പാരയായിട്ട് വരുന്ന ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങനെ ചടപടേന്നങ്ങ് പൊതിക്കുക എബിനെ. വളരെ ഈസി ആട്ടോ പൊതിക്കാൻ. 50 എണ്ണം ഉണ്ട്. പിന്നെ 4 പഴയ കുടുക്ക് ചെറുതുണ്ടേ. അപ്പൊ പെട്ടെന്ന് എബിനെയും കൊണ്ട് പിന്നെ എല്ലാം പെട്ടെന്നായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. എറണാകുളത്ത് നിന്ന് ആഴ്ച നിർത്തണം. എബിനെ നോക്കിയിരിക്കല്ലേ ഞാന്. നമ്മുടെ പുന്നാരം മോനല്ലേ, എളുപ്പമാവട്ടെ. പൊക്കണ്ടല്ലേ. 1 പാര ഉണ്ടായിട്ട് എളുപ്പമാണ്. ഒരു കൊത്ത് കൊത്തുക, പിന്നെ ഒരു കൊത്തൂടെ കൊത്തുക, അങ്ങനെ അതിന്റെ എളുപ്പം ഞാനല്ലേ ഇവിടെ നിത്യോപയോഗത്തിനൊക്കെ പൊതിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ നമ്മളിത് കൊപ്രയാക്കുമ്പോൾ നമുക്ക് തൊണ്ട് കിട്ടും, പിന്നെ ചിരട്ട കിട്ടും, പിന്നെ നമ്മുടെ അമ്മണിക്ക് കൊടുക്കാനുള്ള പിണ്ണാക്ക് കിട്ടും, വെളിച്ചെണ്ണയായി, അങ്ങനെ പല പല ഉപയോഗങ്ങളാണ് നമുക്ക് ഇത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നവർക്ക് കൊടുക്കാമല്ലോ. തൊണ്ട് ചിരട്ടയൊക്കെ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ. പാടുണ്ടോ അവനെ പൊതിക്കുന്നത്? പാടില്ലാത്ത എന്തെങ്കിലും ജോലിയുണ്ടോ അവന്? എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്. ഇനി ഇതൊരു 10 ദിവസമെങ്കിലും നമ്മളിത് വെയിലത്ത് 10 ദിവസത്തെ ഉണക്കാണ് ഒരു കൊപ്രയ്ക്ക് വേണ്ടിയത്. നല്ല വെയിലുള്ള ടൈമിൽ വേണം നമ്മൾ തേങ്ങ ഉണക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ഈ മഴയുള്ള ടൈമിലൊക്കെ ഉണക്കിയാൽ കനച്ച വെളിച്ചെണ്ണയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നല്ല വെയിലുള്ള സമയത്ത്, ഈ സമയത്തൊക്കെ നമുക്ക് നല്ലതുപോലെ തേങ്ങ ഉണക്കി കൊപ്രയാക്കി വെളിച്ചെണ്ണ എടുത്താൽ കനച്ച വെളിച്ചെണ്ണയൊന്നും അല്ലാത്ത നല്ല വെളിച്ചെണ്ണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ ആ തൊണ്ടൊക്കെ ഒരിടത്ത് വയ്ക്കണം, തേങ്ങ ഒരിടത്ത് വയ്ക്കണം. തൊണ്ടൊക്കെ ആ ബക്കറ്റിനകത്ത് ഇട്ടാറുണ്ടല്ലോ, പിന്നെ നമുക്ക് ജോലി എളുപ്പമുണ്ട്. ഒറ്റ വെട്ടിന് നമ്മുടെ തേങ്ങ മുറിയണം, തന്നെ പിന്നെ ഇട്ട് മുറിക്കാതെ. അങ്ങനെ 50 തേങ്ങ എന്നെ കൊണ്ട് പൊതിച്ചു. വെള്ളം ഇല്ലേ അത്? എല്ലാം ഇതേപോലെ നമുക്ക് കണ്ടോ, ഇച്ചിരി ചിന്നിട്ട് ഇതേപോലെ പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ തേങ്ങ എല്ലാം പൊട്ടിച്ച് നമ്മൾ വെയിലത്ത് വെച്ചു. അപ്പോൾ 2 ദിവസത്തെ വെയിൽ കൊള്ളുമ്പോൾ ഈ ചിരട്ടയിൽ നിന്ന് തേങ്ങ ചെറുതായിട്ട് ഇനി ഇളകി വരും. അപ്പോൾ നമ്മൾ ആ ചിരട്ടയിൽ നിന്ന് ഇളക്കി മാറ്റണം. അത് നല്ലതുപോലെ കൊട്ടത്തേങ്ങ ആവുന്നത് വരെ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പം നമുക്ക് ചിരട്ടയിൽ നിന്ന് ഇളക്കാൻ പാടായിരിക്കും. അപ്പം 2ൻ്റെ അന്ന് നമ്മളിത് ചിരട്ടയിൽ നിന്ന് റിമൂവ് ചെയ്യാം.
നമ്മുടെ തേങ്ങയൊക്കെ നമ്മൾ വെയിലത്ത് ഉണക്കാൻ വെച്ചു. 2-ാം ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങയിൽ ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ അങ്ങ് ഇളകി വരും. അപ്പം നമ്മളൊരു കത്തി, നല്ല ബലമുള്ളൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഇഞ്ഞ് കുത്തിയെടുത്താൽ മാത്രം മതി. ഇല്ല വേണ്ട, ചിലതൊക്കെ നമ്മളിങ്ങനെ തട്ടുമ്പം തന്നെ ഇഞ്ഞ് വീഴും. വേണ്ട, പെട്ടെന്ന് ഇഞ്ഞ് പോരും. ഇച്ചിരി മൂക്കാത്ത തേങ്ങ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ചിരട്ടയിൽ ഉറച്ചിരിക്കുന്നുണ്ടല്ലോ, ഒന്ന് തൊട്ടാൽ മാത്രം മതി. ഇനി എന്നിട്ട് നമ്മളിത് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് എന്താണെന്ന് അറിയാമോ, നല്ലത് അതിനകത്തുള്ള പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ചിരട്ടയിൽ നിന്ന് തട്ടിയിടുമ്പം തന്നെ നമ്മളിത് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒടിയുന്ന പരുവം വരെ നമ്മളത് ഉണക്കണം. അങ്ങ് കൊട്ടത്തേങ്ങ ആകുന്നതിന് മുമ്പേ നമ്മളിത് അരിഞ്ഞിടണം. ഇനി നമുക്കതെല്ലാം അരിഞ്ഞിടാം. നമ്മുടെ തേങ്ങയെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനി നമുക്ക് വെയിലത്തിട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിയണം കേട്ടോ. അതിപ്പം ഒരുപാട് കൊപ്ര ഉണക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങ ഉണക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ചെറുതായിട്ട് അരിയുന്നത് പിന്നെ വലിയ മില്ലിലൊക്കെ കൊണ്ടുപോയി ആട്ടുന്നവർക്ക് ഇത്രയും ചെറുതായിട്ട് അരിയണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പം നമുക്ക് പെട്ടെന്ന് അത് ആട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം വെയിലിൻ്റെ കാര്യമൊന്നും മഴയുടെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഒന്നിനൊന്ന് തൊടാതെ ഇതങ്ങ് നിരത്തിയിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ അരിഞ്ഞ തേങ്ങ നല്ലതുപോലെ നമ്മൾ വെയിലത്ത് നിരത്തി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഒരു 7-8 ദിവസമെങ്കിലും കടന്ന് നല്ലതുപോലെ ഉണങ്ങണം. എന്നിട്ട് നല്ല ഒടിയുന്ന പരുവത്തിൽ വേണം ഇത് ഉണങ്ങിയെടുക്കാനായിട്ട്. അപ്പോൾ മാർച്ച് 21-ാം തീയതി നമ്മൾ തേങ്ങ പൊട്ടിച്ച് വെയിലത്ത് വെച്ചാണ്. ഇന്നിപ്പം ഏപ്രിൽ 3 ആയിട്ടുണ്ട്. ഇന്ന് നമ്മളിനി ഇത് ആട്ടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തേങ്ങ നല്ലതുപോലെ ഉണങ്ങി നമ്മളുടെ ഇങ്ങനെ പൊടിച്ചാൽ ഒടിയണം. കണ്ടോ, ഇങ്ങനെ നല്ലതുപോലെ ഒടിയുന്ന പരുവത്തിൽ വേണം നമ്മളത് തേങ്ങ ആട്ടാനായിട്ട്. ഇതൊരു 7 കിലോ 7.5 കിലോ കണ്ടുണ്ട്. ഇനി മില്ലിൽ ചെന്നിട്ട് ഒന്നുകൂടെ തൂക്കാം, കൊണ്ടുപോകാം. നമ്മളത് വെയിലത്തിട്ട് ഉണക്കി ഇതിൻ്റെ പൊടിയെല്ലാം പാറ്റി പറക്കിയൊക്കെ വേണം കൊണ്ടുപോകാനായിട്ട്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് ഗോതമ്പും കൂടെ കിടപ്പുണ്ട്, അതും കൂടെ കൊണ്ടുപോകും. അപ്പം ഗോതമ്പൊക്കെ നമ്മൾ എത്രയും നല്ലതുപോലെ ഉണക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ പൊടിയും നല്ലതായിരിക്കും. ഇനി കൊപ്ര ഇനി അവിടെ ചെന്ന് ഒന്നുകൂടെ തൂക്കിയിട്ട് നമുക്ക് നോക്കാം എത്ര കിലോ വെളിച്ചെണ്ണ കിട്ടുമെന്നുള്ളത്. അങ്ങനെ നമ്മൾ തേങ്ങ മില്ലിൽ കൊണ്ടുവന്നിട്ട് മില്ലിൽ അവർ ആട്ടാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവർ കുറേശ്ശെ തേങ്ങ അതിനകത്തോട് ഇങ്ങനെ നീക്കി ഇട്ട് കൊടുക്കും. അപ്പം വെളിച്ചെണ്ണ വരുന്ന കാണാമേ, കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കൊണ്ടുപോയ ബക്കറ്റ് അവർ താഴെ വെളിച്ചെണ്ണ വരുന്ന ഭാഗത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒരു സൈഡിലും പിണ്ണാക്ക് ഒരു സൈഡിലും കൂടെ ഇങ്ങനെ വരും. ഇത് ആദ്യത്തെ പ്രാവശ്യം വീഴുന്ന പിണ്ണാക്കാണ്. ഒരു 3 പ്രാവശ്യം അവർ ആ പിണ്ണാക്ക് ആട്ടി അതിൽ നിന്നുള്ള എണ്ണയെല്ലാം അവർ മാറ്റിയെടുക്കും. കണ്ടില്ല, വെളിച്ചെണ്ണ ഫിൽറ്റർ ചെയ്ത് വീഴുന്നുണ്ടോ? എണ്ണ ഒഴുകി പോകുന്നുണ്ടോ? കണ്ടോ പിണ്ണാക്ക് വീഴുന്നത്? ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പിണ്ണാക്ക് കണ്ടോ, വീണ്ടും അവരിട്ടിട്ട് ഇതേപോലെ ആട്ടിയെടുക്കും. തേങ്ങ പിണ്ണാക്ക് നമുക്ക് 2 കിലോ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, വെളിച്ചെണ്ണ ഒരു 4 കിലോ ഉണ്ട്. 600 ഗ്രാം നമുക്ക് ബക്കറ്റ് പോക്കാം അല്ലേ. അപ്പോൾ വെളിച്ചെണ്ണയായി, പിണ്ണാക്കായി, ഒരു തൊണ്ടായി, ചിരട്ടയായി. ഈ തൊണ്ട് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചകിരിച്ചോറുണ്ടാക്കാം. അങ്ങനെ പല പല ഗുണങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ആട്ടിയ വെളിച്ചെണ്ണ ഇപ്പം അവിടെ ഈ കളറായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതൊരു 1-2 ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് ഈ അടുമ്പെല്ലാം അങ്ങ് അടിയും. എന്നിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണ ഒരു ഓരോരോ കുപ്പിക്കകത്തൊക്കെ ആക്കി വെക്കണം. ഇപ്പോൾ 50 തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് സുഭിക്ഷമായിട്ട് 4 കിലോ വെളിച്ചെണ്ണ നമുക്ക് കിട്ടും. ഒരു 2 മാസം 3 മാസത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ശുദ്ധമായ വെളിച്ചെണ്ണ പച്ചക്കറികളോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാ തേങ്ങാ പിണ്ണാക്ക് കണ്ടോ, അതിനകത്ത് നിന്ന് വെളിച്ചെണ്ണ എല്ലാം പൊടിച്ചു. ഇത് നമ്മുടെ അമ്മണിക്കായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതന്നെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വീട്ടിൽ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അല്ല തെങ്ങില്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചു വേണമെന്നുണ്ടെങ്കിൽ 50 തേങ്ങ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാം. ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. അതെ, മായമില്ലാത്ത എന്തെല്ലാം മായം ചേർത്തപ്പം ഓരോ സസ്യങ്ങളാണെന്നുണ്ടെങ്കിലും വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിലും നമ്മൾ വാങ്ങിക്കുന്നതെന്നറിയാമോ. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ തലയിൽ തേക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതെ, അതുപോലെ തന്നെ ഇനി പച്ചക്കറി കൃഷി ചെയ്യാതിരിക്കരുത്, എല്ലാവരും ചെയ്യുക. അതിനാണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് തുടങ്ങിയേക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള എല്ലാ സീഡ്സും, പുതിയ വെറൈറ്റീസ് ആയിട്ടുള്ള സീഡ്സും, പിന്നെ നല്ല രീതിയിൽ വർഷങ്ങളോളം ഇരിക്കുന്ന ഗ്രോ ബാഗ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങളതൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കയറുക, നോക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള സീഡ്സും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നല്ല ട്രസ്റ്റ് വേർതി ആയിട്ട് കുറേ പേര് വാങ്ങിക്കുന്നതാണ് നമ്മുടെ വെബ്സൈറ്റ് www.ministylifestyle.com. ഇതുവരെ നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ചു നോക്കുക, പിന്നെ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും അല്ലേ? അതെ, അപ്പോൾ അതെല്ലാം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ.